ഇടമാടം കുളം നവീകരിച്ച് ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ളവ സജ്ജീകരിക്കുന്നു. നഗരത്തിലെ പൊതു ഇടങ്ങൾ മധ്യനഗരത്തിന്റെ കൂട്ടായ്മകളായി മാറുന്നു. ഭിന്നശേഷി സൗഹൃദ നഗരസഭ 2023 ഭിന്നശേഷി സൗഹൃദ നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ നമ്മുടെ നഗരസഭ സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ നഗരസഭയായി മാറുകയാണ്. കേരളത്തിന്റെ തന്നെ മികച്ച ബസ് സ്കൂൾ പ്രവർത്തനം നമുക്ക് അഭിമാനകരമാണ്. മന്ത്രി പി രാജീവിന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് അനുവദിച്ച ബസ് സ്കൂളിന്റെ 1ാം നില കെട്ടിടം നിർമ്മാണം പൂർത്തീകരിക്കുന്നു. വയോജന ക്ഷേമമാണ് പ്രഥമ ലക്ഷ്യം. ശക്തമായി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരും. നൽകുന്നത് അതിദരിദ്രർക്ക് ചികിത്സ, മരുന്ന് വാങ്ങൽ, ഭക്ഷണ സാധനങ്ങൾ നൽകൽ. ഏലൂർ യുവജന വായനശാലയ്ക്ക് പുതിയ ഓഡിറ്റോറിയം നിർമ്മിച്ചു നൽകി. കാറാഴത്ത് ക്ഷേത്രത്തിലും നിർമ്മിക്കുന്നു. കാറാഴത്ത് വഴിയോര വിശ്രമം വെള്ളക്കെട്ട് നിവാരണം പൂർത്തീകരണ ഘട്ടത്തിൽ. വെട്ടുകടവ് മാലിന്യ സംസ്കരണത്തിനായി എല്ലാ വീടുകളിലേക്കും ബയോബിന്നുകൾ വിതരണം ചെയ്തു വരുന്നു. നേട്ടങ്ങളിൽ ചിലത് ഒറ്റ നോട്ടത്തിൽ. നഗരസഭയിൽ കെട്ടിടം യാഥാർത്ഥ്യമാക്കി പ്രവർത്തനം ആരംഭിച്ചു. 2 വെൽനസ് സെന്ററുകൾ നഗരസഭയിൽ പ്രവർത്തിച്ചു. കുടിവെള്ള പ്രശ്നം സമ്പൂർണ്ണമായി പരിഹരിക്കും. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുടിവെള്ളം ആറാട്ടുകടവ് പാലത്തിൽ വെളിച്ചം ഉറപ്പാക്കുന്ന പദ്ധതി അവസാന ഘട്ടത്തിലേക്ക്. MLA ആകുന്നു. ഇതിന് പരിഹാരം എന്ന നിലയിൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ 3 കോടിയിലധികം രൂപ യാഥാർത്ഥ്യത്തിലേക്ക്. മഞ്ഞുമൽ മുട്ടാർ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട്. ഏലൂർ നഗരസഭയിൽ വിവിധ ഘട്ടങ്ങളിലുള്ള നികുതി പരിഷ്കരണത്തിന്റെ ഭാഗമായി നികുതി അടയ്ക്കാൻ സാധിക്കാത്ത മുതിർന്നവരിൽ പലർക്കും ആധുനിക കാലഘട്ടത്തിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് പഠിത്തം അദാലത്ത് സംഘടിപ്പിച്ചു. അതിദാരിദ്ര്യം മുക്ത നഗരസഭ 35 അതിദരിദ്രരാണ് നഗരസഭയിലുള്ളത്. ഇതിനുള്ള എല്ലാ പ്രവൃത്തികളും ഏറ്റെടുക്കുകയും 70% നിർമ്മാണം പൂർത്തീകരിക്കുകയും 30% ടഫ് ഒരുങ്ങി. ഇതേ മാതൃകയിൽ ഏലൂരിന്റെ വിവിധ പ്രദേശങ്ങൾ കളിസ്ഥലങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ടുള്ള വാട്ടർ ടാങ്കിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. കേസ്മാർട്ട് നഗരസഭ പോകും. കൂടുതൽ പാടശേഖര സമിതികൾക്ക് രൂപം കൊടുത്ത് നെല്ലുൽപാദനം വർദ്ധിപ്പിച്ചു.